നമസ്കാരം. സരീന്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മോശമാക്കി എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സരീന്റെ ഭാവി എന്തായിരിക്കും ഇനി എന്നുള്ളത് കൂടെ ശരിക്കും ചർച്ച ചെയ്യണം അല്ലെ? സരീന്റെ ഭാവി ശരിക്കും എന്തായിരിക്കും? അതായത് നോമിനേഷന്റെ മുമ്പ് മാറുന്നു, പാർട്ടി മാറുന്നു, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയാവുന്നു. ശരിക്കും സരീന് കിട്ടിയ നല്ലൊരു ലക്കിയാണ് അത്. ശരിക്കും ഇടതുപക്ഷം അത്തരം രീതിയിലേക്ക് ചെയ്യാറില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് സരീൻ ഇനി എന്തായിരിക്കും? സരീൻ വലിയ രീതിയിലേക്ക് തോറ്റിരിക്കുകയാണ്. സരീനെ സംബന്ധിച്ചിടത്തോളം CPM-ലേക്ക് പോയ ഉടൻ തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടിയെന്ന് പറയുന്നതാണ് അയാൾക്ക് കിട്ടിയ ലോട്ടറി. CPM-ൽ അങ്ങനെ സ്ഥാനാർത്ഥിത്വം കിട്ടിയവർ അപൂർവങ്ങളിൽ അപൂർവം. അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലോ പ്രത്യാഘാതം എന്നുള്ള നിലയിലോ ഒക്കെ പറയാവുന്ന തരത്തിലാണ്. പരമ്പരാഗതമായി ഒരുപക്ഷെ CPM-ന് വോട്ട് ചെയ്തിരുന്ന കുറച്ചു പേരെങ്കിലും എന്നാൽ അങ്ങനെയുള്ള ആൾക്ക് വോട്ട് കൊടുക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിൽ വീണ്ടും CPM-ന് LDF സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ആ അവകാശവാദങ്ങളൊന്നും ശരിയല്ല എന്നുള്ള തരത്തിൽ കോൺഗ്രസിന്റെ വോട്ട് പിടിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായ മട്ടിലാണ് ഇപ്പം 3-ാം സ്ഥാനത്ത് അദ്ദേഹം ഓട്ടം അവസാനിപ്പിച്ചിരുന്നത്. സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി ബിൽഡപ്പ് ചെയ്ത് വന്ന ഒരാളല്ല. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തി ലീഡർഷിപ്പിലേക്ക് വന്ന ഒരാളല്ല. അദ്ദേഹം ഒരു ഡോക്ടർ ഭാഗം പഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം സിവിൽ സർവീസിന്റെ IAS എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞു. അത് അക്കൗണ്ട്സ് വിഭാഗത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കുറെ കൂടി എക്സ്പോഷർ കിട്ടുന്നത് രാഷ്ട്രീയത്തിലാണെന്ന് തോന്നലുണ്ടാകുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. കോൺഗ്രസ് പാർട്ടി ഇതേപോലെ തന്നെ അന്ന് ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ സീറ്റ് വിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പൊസിഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടി വിട്ടു പോകുന്നതും ആ ഒരു പൊസിഷൻ സോഷ്യൽ മീഡിയയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഒരു പൊസിഷൻ സരിന് കൊടുക്കുകയും അതിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ള ഒരാളല്ല സരിൻ. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം നന്നായി നടത്തി അതിൽ ശോഭിച്ചു വന്ന ഒരാൾ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരെയായി വന്ന ഒരാൾ, അതേസമയം മാധ്യമങ്ങളിൽ പാർട്ടിയുടെ തന്നെ നാവായി മറ്റേത് ഡിബേറ്റ് ചെയ്യുന്ന മറ്റേത് പാനലിസ്റ്റിനേക്കാളും മികച്ച നിലയിൽ ഏത് എതിരാളിയോടും അതിശക്തമായിട്ട് ആക്രമിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കുന്ന തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി ജനങ്ങളിലേക്ക് കൊടുക്കുന്ന തരത്തിൽ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആ താരതമ്യം വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സരീൻ എന്ന് പറയുന്ന താരതമ്യം പോലും അപ്രസക്തമാണ്. സരീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് മാറി LDF വന്നപ്പോൾ തന്നെ LDF ഒരു സീറ്റ് കൊടുത്തു എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അയാളുടെ ഭാവി എന്ന് പറയുന്നത് അയാൾ ഇനിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അയാൾക്കൊരിക്കലും നേരത്തെയും അയാൾ ഭാവി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യം കോൺഗ്രസിന്റെ ബാബുവിന് അറിയാലോ. തീർച്ചയായും അതെ, വട്ടപൂജയാണ്. അല്ല, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയ തലവൻ എന്നൊക്കെ പറഞ്ഞാണ് ഈ അനിൽ ആന്റണിയെ കൊണ്ടുപോയത്. അനിൽ ആന്റണി എന്തൊരു രീതിയിലേക്ക് പരാജയമാണ് അദ്ദേഹം ഏറ്റുവാങ്ങുന്നതെന്ന് മനസ്സിലാക്കണം. അനിൽ ആന്റണി എന്നുള്ള വ്യക്തിയെ എല്ലാവരും ട്രോളുന്ന ഒരു ചരിത്രം ഉണ്ടായി. ശരിക്കും BJPക്കൊക്കെ ഈ ആന്റണിയുടെ മകൻ എന്ന് ഒരു കാരണവശാലും കേരളത്തിൽ എടുത്തു പറയാൻ കഴിയാതെ ശരിക്കും വേണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാം, BJPക്ക് കുറച്ച് വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സുരേഷ് ഗോപിയൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. സുരേഷ് ഗോപിയൊക്കെ ശരിക്കും കേരളത്തിൽ പ്രസംഗിച്ചോടത്തോളം മതി എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് അത്തരം രീതിയിലേക്കൊക്കെ ട്രോളുന്ന രീതി ഈ BJPയുടെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. BJPയുടെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിലെ ഈ ഒന്നിനും കൊള്ളാത്ത ആളുകളെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് എതിരായിട്ട് നല്ല രീതിയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ CPM ഇവിടെ പെരുമാറി എന്നുള്ളതാണ്. സരിനെ കൊണ്ടുവന്നാൽ പാലക്കാട് പിടിച്ചടക്കാമെന്നായിരുന്ന, എനിക്ക് തോന്നുന്നത് 3-ാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് നിന്നിരുന്ന LDF 2-ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പറ്റിയാൽ നന്നായിരുന്നു. കുറെ കോൺഗ്രസ് വോട്ടുകൾ ഈ ചെറുപ്പക്കാരൻ പിടിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് അവർ കണക്ക് കൂട്ടിയത്. പക്ഷെ അത് ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഫീൽഡുമായിട്ടൊരു ബന്ധം. എനിക്ക് തോന്നുന്നു നേരെ സംഭവിച്ചത് കോൺഗ്രസിനെ ചതിച്ചു എന്നുള്ളൊരു പിക്ചർ ശരിക്കും ചെയ്തു. കോൺഗ്രസ് തലയെ കെട്ടിവെച്ചു, സരിന്റെ തലയെ കെട്ടിവെച്ചു. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്ത ആളുകൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടനുബന്ധിച്ച് ഒരു പരിഗണനയും കൊടുക്കാത്ത ലെവലിലേക്ക് പുതുതായി വന്ന കോൺഗ്രസിലെ പാർട്ടി വിട്ടത് സരിൻ പറഞ്ഞത്, ഞാനിവിടെ ഉണ്ട് പാലക്കാട്ട്, ഞാനിവിടെ നേരത്തെ മത്സരിച്ച ആളാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു
ഇവിടെയുള്ളവർക്ക് പരിഗണന കിട്ടിയില്ല, ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു വാദമാണ് ആര് ഉന്നയിച്ചത്? സരിൻ ഉന്നയിച്ചത്. ആ സരിൻ അപ്പുറം ചാടിയിട്ട് CPM പോയിട്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അയാൾ ഉന്നയിച്ച വാദം അവിടെ പോയി. അവിടെ CPM DYFI SFI ഒക്കെ പ്രവർത്തിച്ച് ധാരാളം പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത ഒരുപാട് നേതാക്കളില്ലേ, അവരെവിടെ പോയി? ഈ ചോദ്യം CPM-മാരുടെ ഉള്ളിലുണ്ടാവില്ലേ? അപ്പൊ എത്ര പേർ ഈ പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ ഇതുപോലെ ഒരു വരുത്തന് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ സരിന് പെട്ടെന്ന് കയറി വന്ന ഒരുത്തന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കുറെ പേരെങ്കിലും വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ കുറെ വോട്ടുകൾ ഇപ്പോ നമ്മൾ സർവേ നടത്തിയ ആ സമയത്തൊക്കെ ഇടതുപക്ഷത്തിന്റെ ആളെന്ന് പറയുന്നത് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാര്യം അത് അമർഷമുണ്ട് ശരിക്കും ഇടതുപക്ഷത്തിന്റെ. അവര് ഭരണവിരുദ്ധ വികാരം എന്ന് എടുത്തു പറയാൻ തന്നെ പറയുകയാണ്. കാര്യം ഇത്തവണ ഞങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിനെ വോട്ട് ചെയ്യുള്ളൂ. കാര്യം അതിന് അവർക്ക് വ്യക്തമായ കാരണമുണ്ട്. പലപ്പോഴും ഇത് പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ പാലക്കാട് എന്ത് സംഭവിക്കേണ്ടിയിരുന്നു? അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതെ, ഷാഫി അവർ നല്ല നിലയിൽ വലിയ ട്രയാങ്കുലർ ഫൈറ്റ് ഉണ്ടായ സമയത്ത് ഷാഫി ജയിപ്പിച്ച മണ്ഡലമാണ്. ആ ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോയി. അപ്പം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിന് കാരണമാരാണ്? ഷാഫിയാണ്. അതിന് കാരണമാരാ UDF ആണ്. ആ UDF-നോട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പും ഈ പറയുന്ന തരത്തിൽ വലിയ തോതിൽ പണം ചെലവഴിച്ച് നടത്തുന്ന ഒരു സംഭവത്തിന് കാരണക്കാരായവരെ തോൽപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകേണ്ടത്. മാത്രവുമല്ല, CPM ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത് BJPക്ക് പാലക്കാട് സീറ്റ് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി ഒരു ഡീൽ ഉണ്ടാക്കി വടകര. അതെല്ലാം പൊളിഞ്ഞുപോയി, അതെല്ലാം സംഭവം. തീർച്ചയായും ഇപ്പോ നമുക്ക് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ പൊതുവെ സരിന്റെ ഭാവി വളരെ വല്ലാത്ത രീതിയിലേക്കാണ്. അതായത് ആർക്കും ഇതുവരെ സംഭവിക്കാത്തൊരു ഭാവിയാണ്. കാര്യം ഒരു സന്ദീപ് വാര്യർ ശരിക്കും കോൺഗ്രസിലേക്ക് വരുന്നു. ആ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ പോലും ഈ ഇത്തവണ കോൺഗ്രസ് തോറ്റിരുന്നെങ്കിൽ അത് വലിയൊരു പഴിയായി പോയേനെ സന്ദീപ് വാര്യർ. സരിൻ എന്ന് പറയുന്നത് ഒരു നല്ല പ്രഭാഷകനല്ല. സംസാരിക്കും, പക്ഷെ ഒരു നല്ല പ്രഭാഷകനല്ല. ജനങ്ങളെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗകനല്ല. രണ്ടാമത്തെ, സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് അനുഭവമില്ല. പിന്നെ സാമൂഹ്യ മാധ്യമത്തിന്റെ ചുമതലയാണ്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബിഗ് സൂറോ ആയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ തലവനായിട്ടാണ് അത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരാളെ CPM-ന്റെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ ശൃംഖലയുള്ള പാർട്ടിയാണ് CPM. അവിടേക്ക് സരിനെ ആവശ്യമില്ല. അവിടെ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ടീം അവിടെയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എവിടെയാണ് ഇവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്, ഇദ്ദേഹത്തിന് എവിടെയാണ് ഒരു സ്പേസ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. സരിനെ സംബന്ധിച്ചിടത്തോളം LDF-ൽ അല്ലെങ്കിൽ CPM-ലുള്ള നാളുകൾ അത്രമാത്രം ശോഭനമാകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ്. ഇതേപോലെ തന്നെ ഒരു പൊട്ടിത്തെറി വീണ്ടും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതേ സമയത്തും അയാൾ നിർത്തും അല്ലെങ്കിൽ ചാടും. തീർച്ചയായും. നന്ദി, നമസ്കാരം.